നമ്മളെ കുറച്ച് ഓട്സ് എടുത്തിട്ട് അത് കാച്ചാനുള്ള പരിപാടിയാണ്. ഓട്സ് നമ്മൾ എങ്ങനെ കാച്ചും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഗവേഷണം. അപ്പോൾ നമ്മളിങ്ങനെ ഓട്സ് എടുത്തിട്ട് ഈ പാത്രത്തിനകത്ത് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തിളപ്പിക്കണം. മനസ്സിലായോ? തീ കുറച്ച് വെക്കണം. തീ ഒരുപാടായി കഴിഞ്ഞാൽ അതൊന്ന് വെള്ളം പെട്ടെന്ന് വരും. അധികം തീ വേണ്ട. നല്ല മണമാണ്. ഇത് സാധാരണ ഓട്സ് അല്ല, ഇത് നട്ട്സൊക്കെ ഇട്ടിട്ടുള്ളൊരു ടൈപ്പ് ഓട്സാണ്. നല്ല മണം കിട്ടും. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. പാലൊക്കെ ഒഴിക്കും. പാലിൽ കിടന്നു വേണം. സൂപ്പർ. കുറച്ചും കൂടെ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കഴിഞ്ഞാൽ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാല്ലേ. ഇപ്പം മണി 10 മണിയായി, 10:30 രാത്രി. ഓട്സാണ് ഇന്നത്തെ ഭക്ഷണം. പിന്നെ നമ്മുടെ റൂംമേറ്റിൻ്റെ ബൂസ്റ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇച്ചിരി ഫ്ലേവറിന് വേണ്ടി അതും കൂടി ഇട്ടാൽ നല്ല മധുരമുണ്ട്. മധുരം ഞാൻ ഉപയോഗിക്കത്തില്ല, എന്നാലും ഇച്ചിരി ഫ്ലേവറിന് ടേസ്റ്റ് കിട്ടും. മനസ്സിലായില്ലേ? ഇവിടെ വെച്ചാൽ ഓക്കെ, ഇവിടെ വെച്ചാൽ നമുക്ക് കാണാം. ഓക്കെ, കുറച്ച് ഈ ബൂസ്റ്റൊരു കുഴപ്പമുണ്ട്. നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അന്ന് കട്ടയായിരിക്കും. അപ്പോൾ നമ്മളത് തിളയ്ക്കുന്ന മുമ്പ് ബൂസ്റ്റ് ഇങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനകത്തങ്ങ് ലയിക്കും. അത് ഒന്നിച്ചങ്ങിടരുത്. ഒന്നിച്ചിട്ടാൽ പിന്നെ അതങ്ങ് കട്ട പിടിച്ച് കിടക്കും. പിന്നെ അത് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് ഉടച്ചൊക്കെ എടുക്കേണ്ടി വരും. ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ ഉണ്ടല്ലേ, മണമുണ്ടോ നോക്കട്ടെ. കളറൊക്കെ മാറി, പാലിൻ്റെ കളറ് മാറി. ഇപ്പോൾ ഈ കളറായി. എന്താ മധുരമില്ല, കുഴപ്പമില്ല. ഇത് മതി. ഓക്കെ, ഇതിപ്പോൾ റെഡിയാവും. ആദ്യം ഇച്ചിരി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അതിനകത്ത് കുറച്ച് ഓട്സ് ഇടും. അതൊന്ന് വെന്ത് ഒരു പകുതി വേവാകുമ്പോൾ പാലൊഴിക്കും. പിന്നെ ബൂസ്റ്റ് കലക്കും. പിന്നെ അതങ്ങ് തിളച്ച് വെന്ത് കഴിയുമ്പോൾ ഇഞ്ഞെടുക്കും. പിന്നെ സ്പൂണും കൊണ്ട് കോരി കുടിക്കും. ഇതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.